ഫ്രണ്ട്സ് വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാനിന് പഠിക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷൻ എന്നോണം നമ്മുടെ ഡിഗ്രി ഫിലിംസിൻ്റെ ഒരു പേപ്പറാണ് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. അതിൽ 50 ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. ബാക്കി 50 മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്ന ഏരിയയിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്കൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേയധികം ചോദ്യങ്ങൾ 10th വരാം. 10th ഉള്ള ചില ചോദ്യങ്ങൾ ഞാൻ ഡിഗ്രിക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ട്വിസ്റ്റ് ചെയ്തും അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡിഗ്രി ലെവലിൻ്റെ ഒരു ടഫ് ലെവലിലുള്ള ഒരു പേപ്പർ തന്നെ ആൻസർ ചെയ്ത് പഠിക്കാൻ പറയുന്നത്. അപ്പോൾ അതിൽ മാത്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ എന്താണ് ജബിൻ സാറിൻ്റെ കേൾക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം നല്ല രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തിൻ്റെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ട് അദ്ദേഹം മനസ്സിലാക്കിച്ച് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനലൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഏതാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് അദ്ദേഹം. ബാക്കി ഇംഗ്ലീഷ് മലയാളത്തിൽ നമ്മൾ ഗ്രാമർ പോർഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വൊക്കാബുലറി പാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് നമുക്ക്. ഈ വൊക്കാബുലറി പാർട്ടിൽ ഞാൻ പറഞ്ഞു മിക്കതും ചോദ്യ പേപ്പർ കണ്ട് പരിശീലിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ മോസ്റ്റ് പ്രോബബ്ലി വരുന്നതെല്ലാം റിപ്പീറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വൊക്കാബുലറി പോർഷനാണ് ഇംഗ്ലീഷ് മലയാളത്തിൻ്റെ ഏരിയയിൽ നിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പരിശീലിക്കുന്നതാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുക. നിങ്ങൾക്കത് എക്സാം ഒക്കെ വരുമ്പോൾ മനസ്സിലാകും. ഓക്കെ, ധാരാളം ചോദ്യ പേപ്പർ ഈ വൊക്കാബുലറി പോർഷൻ കണ്ട് പരിശീലിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ അതേ പേപ്പറിൻ്റെ കണ്ടിന്യൂഷനാണ്. ഇനിയും തുടർന്ന് നമ്മൾ ഡിഗ്രി ലെവൽ ആ ഒരു ടഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ധാരാളം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ആൻസറിങ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ നോക്കി ഇതിൽ ഫിൽ അപ്പ് ദ ബ്ലാങ്ക് വിത്ത് ദ റൈറ്റ് ഓപ്ഷൻ ഫ്രം ബിലോ. രാജു ഡാഷ് ഹിസ് വൈഫ് ടു ടെൽ ഹർ ദാറ്റ് ഹി കുഡ് ബി ഹോം ലേറ്റ്. അപ്പോൾ ഇതൊരു ഫ്രേസൽ വെർബ് എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്നതാണ്. അപ്പം രാജു വിളിച്ചു അല്ലെ, വൈഫിനെ വിളിച്ചു ടു ടെൽ ഹർ ദാറ്റ് ഹി കുഡ് ബി ഹോം ലേറ്റ്, വൈകി എത്തുള്ളൂ എന്ന് പറയാൻ. അപ്പം അതിന് ഉപയോഗിക്കേണ്ടത് കോൾഡ് അപ്പ് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ഇതാണ് തന്നിട്ടുള്ളത്. ഇന്റർ ഏലിയ മീൻസ് എന്താണ് അതിൻ്റെ അർത്ഥം? ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമംഗ് അതർ തിങ്സ് ഇന്റർ ഏലിയ, അതായത് ഇന്റർ എന്ന് പറയുമ്പോൾ ഇടയിൽ എന്നുള്ള അർത്ഥത്തിലല്ലേ നമ്മൾ ഇന്റർ എന്നുള്ള രീതിയിൽ പറയാറുള്ളത്. അപ്പോൾ എമംഗ് അതർ തിങ്സ് ഇത് നോട്ട് ചെയ്ത് വെച്ചോ ചോദിക്കാറുണ്ട്. ദെൻ എ സ്ട്രോങ്ലി കണ്ടംനേറ്ററി അറ്ററൻസ്, ഇതിൻ്റെ ഈ ഒരു ഇത് ഡിഫൈൻ ചെയ്യുന്ന വേർഡ് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. എ സ്ട്രോങ്ലി കണ്ടംനേറ്ററി അറ്ററൻസ് ഏതാണ്? ഒബ്ലോക്കി. ഇതിന്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കി വെച്ചോ. ഒബ്ലോക്കി, OBLOQUY ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചിലപ്പോൾ ഒരു 10th ലെവലിലൊക്കെ ചോദിക്കുമ്പോൾ എന്തായിരിക്കും അറിയാൻ ചോദിക്കാം. മേ ബി ഒബ്ലോക്കി മീൻസ് എന്താണെന്നായിരിക്കും ഒരു ചോദ്യത്തിന്റെ ചാൻസ്. അല്ലെങ്കിൽ സ്പെല്ലിങ് താഴെ തന്നിട്ടുള്ളവയിൽ സ്പെല്ലിങ് ഏതാണ്? ഇതേപോലെ ഒബ്ലോക്കി വേണമെങ്കിൽ QU മാറ്റിയിട്ട് വേറെ തരത്തിൽ ചോദിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ് മിസ്പെൽഡ് ആയിട്ടുള്ള വേർഡിന്റെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും കിട്ടും. അതുപോലെ തന്നെ എന്താണ് സിനോണിം എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇതെന്താണ് സ്ട്രോങ്ലി കണ്ടംനേറ്ററി അറ്ററൻസ്. ഓക്കെ, നെക്സ്റ്റ് ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. എന്റർപ്രണർ, നമുക്ക് മേ ബി ഓപ്ഷൻസ് ഒന്നും നോക്കാതെ തന്നെ നമ്മൾ ഡയറക്റ്റ് എന്റർപ്രണറിന്റെ സ്പെല്ലിംഗ് എഴുതുമെന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വരും അല്ലേ, കറക്റ്റ് വരും, നമുക്ക് അവിടെ തെറ്റില്ല. അതേസമയം നമ്മൾ ഈ ഓപ്ഷൻസിലൂടെ പറയുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ ആവും. അപ്പോൾ നിങ്ങൾ ആദ്യമേ ഇങ്ങനെ ഒരു വേർഡ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വേർഡ് ആണെങ്കിൽ ഓപ്ഷൻസ് നോക്കാതെ നിങ്ങളൊന്ന് കാണാതെ ഒന്ന് എഴുതി നോക്കുക. അപ്പോൾ നമുക്ക് ആക്ച്വലി കിട്ടും. നമ്മൾ ഓപ്ഷൻസ് പരതുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ ആവും ഏതാണ്, നമുക്ക് ഈവൻ അറിയാമെങ്കിൽ കൂടി നമ്മൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്റർപ്രണറിന്റെ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് വീണ്ടും വീണ്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്റർപ്രണറിന്റെ സ്പെല്ലിങ് ENTRE, എന്റർപ്രണർ, PRENEUR, ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രാമറിന്റെ പോർഷൻസ് മാറ്റി നിർത്താൻ കാരണം ഗ്രാമറിന്റെ നമ്മൾ ഒരു ആൻസർ പറയണമെന്നുണ്ടെങ്കിൽ ഗ്രാമറിന്റെ ആ ഒരു വിഭാഗത്തിന്റെ റൂൾസും കാര്യങ്ങളും കുറേയധികം ടൈപ്പുകളും പഠിച്ചിരിക്കണം. അല്ലാത്തൊരാൾക്ക് ഗ്രാമറിന്റെ ആൻസറിലോട്ട് പെട്ടെന്ന് എത്താൻ സാധിക്കുകയില്ല. അപ്പോൾ അതാണ് ഞാൻ കൂടുതൽ പറയാത്തത്. അതിന് ആ ഒരു നമ്മളൊരു വിഭാഗം തന്നെ ക്ലാസ് പോലെ എടുക്കേണ്ടി വരും. അല്ലാതെ ആർക്കും അത് കൃത്യമായിട്ട് മനസ്സിലാകില്ല എങ്ങനെ വന്നു എന്നുള്ളത്. അപ്പോൾ ഗ്രാമറിന്റെ പോർഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതിനുശേഷം ഗ്രാമറിന്റെ വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. ദെൻ സെലക്ട് ദ കറക്റ്റ് ഫുൾ ഫോം ഓഫ് GNP. ഇപ്പോൾ എല്ലാവർക്കും അറിയാം അല്ലേ, എന്താണ്? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പം ഇങ്ങനെയുള്ള ചിലതിൻ്റെയൊക്കെ ഫുൾ ഫോംസ് ചോദിക്കുക കേട്ടോ. നമ്മൾ വിചാരിക്കുക ഇപ്പം FIR, തെറ്റാൻ ചാൻസ് ഉള്ളത് FIR ഒക്കെ അല്ലേ. എന്താ FIRന്റെ ഫുൾ ഫോം? ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടാണോ അതോ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണോ? ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്. മിക്കവർക്കും തെറ്റാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, എങ്കിലും ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഏത് കൺഫ്യൂസിങ് ആകാൻ ചാൻസ് ഉള്ളതാണ്. ചിലപ്പോൾ എളുപ്പമുള്ളതും വരാം കേട്ടോ. നെക്സ്റ്റ് നോക്കി, നോട്ട് ലുക്ക് എ ഗിഫ്റ്റ് ഹോഴ്സ് ഇൻ ദ മൗത്ത് മീൻസ്, ഇങ്ങനെ ചിലപ്പോൾ നമുക്ക് ചോദിക്കാം. ചിലപ്പോൾ ഇത് മലയാളത്തിന്റെ ഏരിയയിലും ചോദിക്കാം കേട്ടോ. ഇതിന്റെ കറക്റ്റ് മലയാളം പരിഭാഷ എന്താണ് എന്നുള്ള രീതിയിൽ ഒരു ഇംഗ്ലീഷിലെ ഫ്രേസോ ഇഡിയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ തന്നിട്ട് മലയാളത്തിലോട്ട് പരിഭാഷപ്പെടുത്താൻ ചോദിക്കാം. അപ്പോൾ അങ്ങനെയും വരാം. അപ്പോൾ നോക്കി, നോട്ട് ലുക്ക് എ ഗിഫ്റ്റ് ഹോഴ്സ് ഇൻ ദ മൗത്ത് മീൻസ്, അപ്പോൾ ഇതിന്റെ ആക്ച്വലി നമുക്ക് അറിയില്ലെങ്കിൽ കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. നോട്ട് ലുക്ക് എ ഗിഫ്റ്റ് ഹോഴ്സ് ഇൻ ദ മൗത്ത് അല്ലെ. അതിന്റെ ആ ഒരു ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താണ്, ഒരു ഗിഫ്റ്റ് കിട്ടിയ എന്തോ സംഭവം അല്ലെ, അതിന്റെ കുറ്റവും കുറവും നോക്കരുത് എന്നുള്ളൊരു അർത്ഥത്തിലേക്കല്ലേ നമുക്ക് പെട്ടെന്ന്
നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് അത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് നോട്ട് ലുക്ക് എ ഗിഫ്റ്റ് ഹോഴ്സ് ഇൻ ദ മൗത്ത്. ഓക്കെ, അതിന്റെ ഉള്ളിലോട്ട് പിന്നെ കൂടുതൽ ചകഞ്ഞ് നോക്കരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ താഴത്തെ നിട്ടുള്ളത് നോക്കുമ്പോൾ എന്താണ്, ഡോണ്ട് ഡു ഇൻഓസ്പീഷ്യസ് തിങ്സ്, അത് ആവാൻ ചാൻസ് ഇല്ല. ദെൻ ഡു നോട്ട് ക്രിട്ടിസൈസ് ഓർ ഫീൽ ഡൗട്ട് അബൌട്ട് സംതിങ് ഗുഡ് ദാറ്റ് ഹാസ് ബീൻ ഓഫർഡ് ടു യു. നിങ്ങൾക്ക് എന്താണ് നല്ലത് കിട്ടിയ, അതായത് നിങ്ങൾക്ക് കിട്ടിയൊരു സംഭവം അതൊരു ഗിഫ്റ്റ് പോലെ കിട്ടിയതാണെങ്കിൽ അതിൽ വിമർശിക്കുക അല്ലെങ്കിൽ അതിൽ കുറ്റം കണ്ടെത്താനോ എന്താണ് അതിൽ സംശയിക്കാനോ ചെയ്തതിൽ സംശയിക്കാനോ നിൽക്കരുത് എന്ന രീതിയിൽ. അപ്പോൾ അതൊരു പോസിബിലിറ്റി ഉള്ള ഒരു സംഭവമാണ് അല്ലേ, നമുക്ക് തോന്നണ്ടേ, അത് ശരിയാവാൻ ചാൻസ് ഉണ്ട്. ദെൻ ഡു നോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗിഫ്റ്റ്സ്, അത് യാതൊരു സാധ്യതയില്ല. ഗിഫ്റ്റുകൾ എന്താണ് അത് തരുന്നത് കൊണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവരുത് എന്നുള്ള രീതി. ദെൻ ഹൗവർ വാല്യുബിൾ എ ഗിഫ്റ്റ് ഈസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഗിവ് ഇറ്റ് സംവൺ യു കെയർ ഫോർ. എത്ര വാല്യുബിൾ ആണെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ ഒരിക്കലും ഹെസിറ്റേഷൻ മടി കാണിക്കരുന്നില്ല. അപ്പോൾ അതും ആവാൻ ചാൻസ് ഇല്ല. ഇതല്ലേ ചാൻസ് ഉള്ളത്. അപ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ കൂടി ഒരു തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രേസ് അല്ലെങ്കിൽ ഒരു ഇഡിയം എന്തെങ്കിലും അറിയില്ലെങ്കിൽ കൂടി അതിന്റെ ആ വാക്കുകളുടെ ഇടയിലൂടെ നമ്മളൊന്ന് വായിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഇവിടെ ആ ഒരു നോട്ട് ലുക്ക് എ ഗിഫ്റ്റ് ഹോൾസ് ഇൻ ദ മൗത്ത്, ഗിഫ്റ്റ് കിട്ടിയ എന്തൊരു സംഭവം അതിനെ കൂടുതൽ ചെകയരുത് അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ ഗവേഷണം ചെയ്ത് കുറ്റവും കുറവും കണ്ടെത്തരുത് എന്നുള്ള രീതിയിലുള്ള ഒരു അർത്ഥമല്ലേ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയും നമുക്ക് ചിലതിന്റെ ക്യാൻസറിലേക്ക് എത്താൻ സാധിക്കും കേട്ടോ. ദെൻ വിച്ച് ഓഫ് ദ ഫ്ലോയിങ് ഈസ് നോട്ട് എ മീനിങ് ഓഫ് ഡിസൈറ്റ്ഫുൾ. ഡിസൈറ്റ്ഫുള്ളിന്റെ മീനിങ് അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതേതാണെന്നറിയോ, കോപ്പിയസ്. കോപ്പീസ് എന്നതാണ്. അപ്പോൾ ബാക്കിയൊക്കെ എന്താവും, ഡിസൈറ്റ്ഫുള്ളിന്റെ മീനിങ് ആവും. അതായത് ക്രാഫ്റ്റി, ഡിസൈനിങ്, ഷിഫ്റ്റി ഇതൊക്കെ മീനിങ്ങിൽ വരും. മീനിങ് അല്ലാത്തത് കോപ്പിയസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഡിസൈറ്റ്ഫുള്ളിന്റെ ശരിക്കുള്ള അർത്ഥം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസോണസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് വരിക കേട്ടോ. പിന്നെ അത് യൂസ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചായിരിക്കും. അപ്പോൾ ഇതിൽ മീനിങ് അല്ലാത്ത കോപ്പീസ് എന്നുള്ളതാണ്. ദെൻ സെലക്ട് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ഇൻക്ലിനേഷൻ. ഇൻക്ലിനേഷൻ എന്ന് പറയുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഹേറ്റ്രഡ് ആണ്. ഓക്കെ, ഹേറ്റ്രഡ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ നേരത്തെ കണ്ട ഡിസൈറ്റ്ഫുള്ളിന്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിച്ചോ. DCEITFUL. ചിലപ്പോൾ നമുക്ക് 10th വരാൻ സാധ്യത താഴെ തന്നിട്ടുള്ളവയിൽ മിസ്പെൽഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഡിസൈറ്റ്ഫുള്ള് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ടോ സിയുടെ സ്ഥാനത്ത് എസ് ഇട്ടിട്ടോ ഒക്കെ ചോദിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കേണ്ടത്. എക്സാക്ട് ആയിട്ട് അത് തന്നെ വരണതും ഉണ്ട്. എന്നാൽ ആ തന്നിരിക്കുന്ന ഓപ്ഷൻസും അല്ലാത്ത രീതിയിലും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഗ്രി ലെവൽ ഓഫ് പേപ്പർ എടുത്തിട്ട് ഞാൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത് കേട്ടോ. അതിൽ ഞാൻ again പറയുന്നു, ഗ്രാമർ പോർഷൻ എന്ന് പറയുന്ന ഭാഗം, ഇംഗ്ലീഷിന്റെ ഗ്രാമർ പോർഷൻ ഞാനൊന്ന് മാറ്റി നിർത്തിയതിന്റെ കാരണം നിങ്ങൾ ഗ്രാമർ പഠിച്ചാൽ മാത്രമേ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്താലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ കേവലം ചോദ്യം ആൻസർ എന്നുള്ള രീതിയിൽ മാത്രം പറഞ്ഞു പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇത് വൊക്കാബുലറി പോർഷൻ അങ്ങനെയല്ല, നമ്മൾ ബൈ ഹാർട്ടായിട്ട് പഠിക്കേണ്ടത്, അങ്ങനെ പഠിക്കേണ്ടതാണ്. കുറേ ഫ്രേസസ് കാണേണ്ടത്, അതിന്റെ മീനിങ്സ് ഇതൊക്കെ കണ്ടു പരിശീലിക്കേണ്ടതാണ്. ഗ്രാമർ എന്ന് പറയുന്നത് നമ്മൾ പഠിക്കണം, പഠിച്ചിട്ട് പരിശീലിക്കണം, എന്നാലേ അതിനർത്ഥമുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് വൊക്കാബുലറി പോർഷൻ ഞാൻ എടുത്തത്. ഇനി നമ്മൾ മലയാളത്തിൻ്റെയാണ് ജസ്റ്റ് നോക്കുന്നത്. നെക്സ്റ്റ് നോക്കി, ശരിയായ പദം ഏത്? സ്ഥിരം ചോദിക്കാറുള്ളതാണ്. നോക്കൂ, അനുഗൃഹീതം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അനുഗ്രഹീതമല്ല, ഗ്രഹിതമല്ല, ഗൃഹീതമല്ല. ഓക്കെ, നമ്മൾ വിചാരിക്കും അനുഗ്രഹം എന്നുള്ളത് എഴുതുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ്, അനുഗ്രഹം എന്ന് പറയുമ്പോൾ അനുഗ്രഹീതൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ശരിയാവുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് കറക്റ്റായിട്ട് അനുഗ്രഹീതമാണ്. ഇത് ധാരാളം ചോദ്യപേപ്പറിൽ ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ളത് പരിശീലിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കിയല്ലോ. ദെൻ നമ്പ്യാർ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എത്രയോ വട്ടം ചോദിച്ചിട്ടുണ്ടെന്ന് അറിയോ ഇത് പല പേപ്പറുകളിലായിട്ട്. അപ്പോൾ നമ്പ്യാർ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണെന്നറിയോ, നങ്ങ്യാരാണ്. അപ്പോൾ പഠിച്ചു പോവാട്ടോ. ദെൻ പിരിച്ചെഴുതുക, അന്തസത്ത പിരിച്ചെഴുതുക. അപ്പോൾ ചിലതിൻ്റെയൊക്കെ പിരിച്ചെഴുത്തിപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഇംഗ്ലീഷിന്റെ ഗ്രാമർ പോലെയല്ല, മലയാളത്തിൻ്റെയൊക്കെ പിരിച്ചെഴുത്തൽ ചേർത്തെഴുത്തൽ എന്ന് പറയുന്നതിന് ഒബ്വിയസ്ലി റൂളുകളുണ്ട് കുറേയധികം. അങ്ങനെ പഠിച്ചവർക്ക് ചിലപ്പോൾ അത് എളുപ്പമായിരിക്കും കേട്ടോ. ചിലതൊക്കെ നമുക്ക് ഇപ്പോൾ ചോദ്യ പേപ്പറിൽ കണ്ടിട്ട് നമുക്ക് സ്ഥിരമായിട്ട് വരുന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് പിരിച്ചെഴുത്ത് അങ്ങനെ ബൈ ഹാർട്ട് പഠിച്ചിട്ടും അത്യാവശ്യം പിരിച്ചെഴുത്തും ചേർത്തെഴുത്തും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പറയാം. ഇതിൽ അന്തസത്ത എന്ന് പറയുന്നത് പിരിച്ചെഴുതുന്ന അന്തഹ പ്ലസ് സത്ത എന്നാണ്. ശരിയായ വാക്യം ഏത്? ഇത് നമുക്ക് ചിലപ്പോൾ വായിക്കുമ്പോൾ എല്ലാം ശരിയായിട്ട് തോന്നും, പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കണം. എന്തെങ്കിലും ഒരു ക്ലിക്ക് എവിടെയെങ്കിലും ഉണ്ടാവും. നോക്കി, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. അവിടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് തന്നെ സഹപ്രവർത്തകനായി അല്ലേ. പിന്നെ അവിടെ അത് വേണ്ടല്ലോ. ദെൻ എൻ്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. ഓക്കെ, അത് ശരിയാവാൻ ചാൻസ് ഉണ്ട്. എന്നാലും ബാക്കിയുള്ളതൊന്ന് നോക്കാം. യാത്രാമധ്യേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകനെ കണ്ടുമുട്ടി. വീണ്ടും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകൻ അല്ലെ. ദെൻ യാത്രാമധ്യേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ കണ്ടുമുട്ടി. ഓക്കെ, യാത്രാമധ്യേ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആ ഒരു സെന്റൻസിന്റെ ഒരു എന്താണ് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത് അല്ലേ, ഒരു വാക്യമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ കണ്ടുമുട്ടി, യാത്രാമധ്യേയാണ് കണ്ടുമുട്ടിയത്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത് നോക്കി, എൻ്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. ഓക്കെ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു കൊളീഗിനെ എന്ത് ചെയ്തു, യാത്രാമധ്യേ കണ്ടുമുട്ടി. അതല്ലേ ശരി. ഓക്കെ, ദെൻ നെക്സ്റ്റ്, പുരോഗതി എന്ന പദത്തിന്റെ വിപരീത പദം എന്താണെന്നാണ് ചോദിച്ചത്. പുരോഗതിയുടെ വിപരീത പദം പാശ്ചാത്ഗതി. ഓക്കെ, പാശ്ചാത്ഗതിയാണ്. ദെൻ കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം. കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? നോക്കി, നമ്മൾ ഒരു സംഭവത്തിന് ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജസ്റ്റ് മിയർ ആയിട്ട് ആ പറഞ്ഞ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, കാടും പടലും തല്ലുക.
ഈ ഒരു ശൈലിയാണ് ട്ടോ. അപ്പൊ നമ്മള് ഇപ്പോൾ നമ്മളോട് ഡയറക്റ്റ് ഇപ്പോൾ എന്തെങ്കിലും ഒരു സെന്റൻസ് തന്നിട്ട് തർജ്ജമ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ കറക്റ്റായി ഇംഗ്ലീഷിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മലയാളം എന്ത് ചെയ്യും, നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം. പക്ഷേ നമുക്കൊരു ശൈലിയോ പഴഞ്ചൊല്ലോ ഒക്കെ തരുമ്പോഴാണ് നമുക്ക് എന്താണ് നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള അർത്ഥമൊക്കെ ആയിരിക്കും അതിലുള്ളത് അല്ലേ. അപ്പോൾ ഇത് അങ്ങനെ ഒരു ശൈലിയാണ് അവർ പറഞ്ഞിട്ടുണ്ട്. കാടും പടലും തല്ലുക എന്ന് പറയുന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ? അപ്രസക്തമായത് പ്രതിപാദിക്കുക. അതാണ് കറക്റ്റ്. അതൊരു ശൈലിയാണ്. നമ്മൾ അതാണ് പറഞ്ഞത്, കുറേയധികം ശൈലികൾ കണ്ട് ശീലിക്കണം. നമ്മൾ കുറേയധികം ചോദ്യ പേപ്പറിൽ വന്നിട്ടുള്ളതൊക്കെ മനസ്സിലാക്കണം. നിങ്ങൾ കുറേയധികം ചോദ്യ പേപ്പറുകൾ ചെയ്ത് നോക്കൂ. ഏതെങ്കിലും ടെസ്റ്റ് സീരീസോ മോക്ക് ടെസ്റ്റുകളോ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആകും അത്. നിങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എത്രത്തോളം പഠിച്ചാലും അത്രത്തോളം തന്നെ എന്തും ചെയ്യണം, ധാരാളം ചോദ്യ പേപ്പറുകളും കുറേയധികം ക്വസ്റ്റ്യൻസും കണ്ട് പരിശീലിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സ്പീഡും അതുപോലെ തന്നെ പെട്ടെന്ന് എന്താണ് കുറേയധികം കാര്യങ്ങളൊക്കെ മനസ്സിലാകുള്ളൂ. ദെൻ ചേർത്തെഴുതുക വിദ്യുത് പ്ലസ് ശക്തി. ഇത് 10 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. വിദ്യുത് പ്ലസ് ശക്തി എങ്ങനെയാണ് വരിക? വിദ്യുത് ശക്തി ഇങ്ങനെയാണ് എഴുതുക. ഇങ്ങനത്തെ തരത്തിലുള്ള കുറേയധികം ഉണ്ട്. ദെൻ ശരിയായ വിവർത്തനം ഇത് കണ്ടോ, ഇങ്ങനെയുള്ളത് നമുക്ക് എളുപ്പമാണ്. കറക്റ്റ് തർജ്ജമ അല്ലെങ്കിൽ വിവർത്തന ട്രാൻസ്ലേഷനാണ് ചോദിക്കുന്നത്. ദ ബ്ലഡ് ഓഫ് ദ റെവല്യൂഷണറീസ് കോഴ്സ്ഡ് ത്രൂ ദി സ്ട്രീറ്റ്സ്. അപ്പോൾ വിപ്ലവകാരികളുടെ ബ്ലഡ്, നമ്മളിപ്പോൾ ഓപ്ഷൻസ് നോക്കിയില്ലെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ദ ബ്ലഡ് ഓഫ് ദ റെവല്യൂഷണറീസ്, വിപ്ലവകാരികളുടെ ബ്ലഡ് എന്ത് ചെയ്തു? രക്തം കോഴ്സ്ഡ് ത്രൂ ദ സ്ട്രീറ്റ്സ്, സ്ട്രീറ്റ്സിലൂടെ ഒഴുകി എന്നുള്ളതാണ് അല്ലെ. കോഴ്സ്, റിവർ കോഴ്സ് എന്നൊക്കെ പറയില്ല, അതായത് നദിയുടെ ഒഴുക്ക്. അതുപോലെ തന്നെ അപ്പൊ താഴത്ത് തന്നിട്ടുള്ളവയിൽ നോക്കിയാൽ വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി. ഇതല്ലേ കറക്റ്റ്? അതെ. ഇനി പുല്ലെന്നർത്ഥം വരുന്ന പദം ഏതും? വേറെ ഒന്നും നോക്കിയില്ലെങ്കിൽ നമുക്ക് തൃണം എന്ന് കിട്ടുമ്പോൾ തന്നെ അറിയാം. കാരണം നമ്മൾ ഈ ഒരു വാക്ക് കേട്ടിട്ടുണ്ട്, തൃണവൽഗണിക്കുക എന്ന് പറഞ്ഞിട്ടല്ലേ, പുല്ല് വില നൽകുക എന്നുള്ള രീതിയിൽ. അപ്പൊ തൃണമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ദെൻ ലാസ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കാക്കയുടെ പര്യായമല്ലാത്തത് ഇത്. പര്യായ പദം ഇമ്പോർട്ടൻ്റ് ആണ്. കുറേയധികം ഇതിന്റെയൊക്കെ ചോദിക്കാറുണ്ട്, മിക്കതും റിപ്പീറ്റഡ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ചിരഞ്ജീവി, ഏകദൃഷ്ടി, ബലിബുക്ക്, വിശ്വഗീതു. ഇതിൽ മിക്കവരും കേൾക്കാൻ ചാൻസ് ഉള്ള പര്യായ പദം ഇതൊക്കെയാണ്. ഏകദൃഷ്ടി, ബലിബുക്ക് ഇതൊക്കെ കേൾക്കാറുണ്ട്. ചിരഞ്ജീവി എന്ത് തന്നെയാണ്? കാക്കയുടെ പദം തന്നെ. വിശ്വഗീതുവാണ് പര്യായ പദം അല്ലാത്തത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ, അതായത് ഗ്രാമർ പോർഷനും മാത്സിന്റെ ഏരിയയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും അത്യാവശ്യം വേണ്ട ഡീറ്റെയിൽസും അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ഒക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, നമ്മളുടെ 10th ലെവൽ എക്സാമിന്റെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ കുറച്ച് അങ്ങോട്ട് ബാക്കോട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണ്. ഡിഗ്രി ലെവലിൽ തൊട്ടുള്ളത്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷ എഴുതുമ്പോൾ അത് മനസ്സിലാകും. ഓക്കെ, അതുകൊണ്ടാണ് ചിലതിൻ്റെയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലെ ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ പുതിയത് കണ്ടു, കുറേയധികം സ്റ്റേറ്റ്മെന്റ് ലെവൽ കണ്ടു അല്ലെ. ഇതൊക്കെ തന്നെ നമുക്ക് മാറിയും മറിച്ചും ഒക്കെ ചോദിക്കാൻ 10th ലെവലിലും പഠിക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഠിക്കുമ്പോൾ ആ ഒരു ലെവലിൽ നിന്ന് പഠിക്കണം. ഇനി നമ്മൾ എന്താണ് നെക്സ്റ്റ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിഗ്രിയുടെ പേപ്പർ എന്ന് പറയുന്നത് വളരെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു പൂരം തന്നെ കാണാൻ സാധിക്കും. ധാരാളം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഇതാണ്. അപ്പോൾ ഞാൻ നോക്കി ചെയ്ത് ഇതാവുന്നുള്ളൂ. അതാണ് ഞാൻ നെക്സ്റ്റ് ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ. ഉടനെ തന്നെ ഞാൻ ആ ഒരു പേപ്പർ ഇടുന്നതായിരിക്കും. ഡിഗ്രി ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പോൾ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കുറേയധികം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്മുടെ സമയം കളയാൻ പാകത്തിനുള്ള കുറേയധികം ഉണ്ട്. കുറേയധികം ചോദ്യ പേപ്പറുകൾ ഡിഗ്രി ലെവലിൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം സെറ്റ് ആകും. നമ്മൾ ആ ഏരിയാസും കൂടെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഈ കണ്ടതൊക്കെ വെച്ചിട്ട് നമുക്കിപ്പോൾ ഇത് കൂടുതലും ഇംഗ്ലീഷ് ആ ഒരു ഏരിയയാണ്, ഇംഗ്ലീഷ് മലയാളം ഏരിയയാണ്. അപ്പോൾ ഈ പദങ്ങളൊക്കെ ഇപ്പോഴേ പഠിച്ചു പോവുക. ഇനി ഇത് മാറ്റി നിർത്തരുത്. എന്ത് ചെയ്യുക, ഇത് നല്ലവണ്ണം പഠിക്കുക. ഇപ്പൊ ഇതിൽ നമ്മൾ പര്യായ പദത്തിന്റെ കാക്കയുടെ പഠിച്ചു, ചിലതിന്റെ പിരിച്ചെഴുത്തിൽ പറഞ്ഞു, ചില ശൈലികൾ കണ്ടു അല്ലെ, ചില വേർഡ്സ് ഇംഗ്ലീഷിന്റെ ഫ്രേസ് കണ്ടു. അതിൽ ചിലതിൻ്റെയൊക്കെ എന്താണ് സിനോണിം, മിസ്പെൽറ്റ് ആയിട്ടുള്ള വേർഡ് അല്ലെങ്കിൽ എന്തൊരു കറക്റ്റ് ഇത് കണ്ടു അല്ലെ. ബാക്കി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ക്വസ്റ്റ്യൻസിന്റെ ആ ഒരു ഏരിയാസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പേപ്പറിന്റെ ആ ഏരിയയും കറസ്പോണ്ടിങ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കണം. നമ്മളിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതാണെങ്കിൽ അതിൻ്റെ ആൻസർ മനസ്സിലാക്കുന്നതോടൊപ്പം ആ ഏരിയയും കൂടി ഒന്ന് പഠിച്ചു പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ പഠനം എളുപ്പമാകും. ഓക്കെ, കേവലം നമ്മൾ എന്താണ് സിലബസിലൂടെ അല്ലെങ്കിൽ സിലബസ് അനുസരിച്ച് പഠിച്ചാൽ മാത്രം പോരാ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണണം. നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശീലിക്കണം. ഓക്കെ, ചിലപ്പോൾ ചെറിയ ചെറിയ വാക്കുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി മറിച്ചൊക്കെ ഇട്ടിട്ടായിരിക്കും ചോദിക്കാം. ചിലപ്പോൾ അങ്ങനെയാണ് മിക്കവർക്കും എന്ത് ചെയ്യാം, മാർക്ക് പോവുക. എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും നമുക്ക് ഒരു വാക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡൗട്ട് ആവും. ഓക്കെ, അത് എന്താണ് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഫേം ആയിട്ട് പഠിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറേയധികം പഠിക്കാനുള്ളത് കൊണ്ട് മറന്നു പോകാനുള്ള ചാൻസ് ഒക്കെ അതൊക്കെ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യണം, ധാരാളം പരിശീലിക്കണം ചോദ്യ പേപ്പർ. അതുകൊണ്ടാണ് ഞാൻ ചോദ്യ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിതുകൊണ്ട് എന്താണ് നേട്ടം ഉണ്ടാവുള്ളൂ. ഇതനുസരിച്ച് പഠിക്കുക. നല്ല ടഫ് ലെവലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ച് ഏതൊരു പരീക്ഷയ്ക്കും പഠിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് വന്നാലും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ സിമ്പിൾ വരുന്ന പ്രതീക്ഷിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ടഫ് കാണുമ്പോൾ ആകെ പഠിച്ചതും പോവും, അല്ലാത്തതും പോവും, എല്ലാം കയ്യിൽ നിന്ന് പോകും. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ല കാര്യം ടഫ് പ്രതീക്ഷിച്ച് പോവുക, കൂളായിട്ട് എക്സാം എഴുതി വരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ച് മാസങ്ങളേ ഉള്ളൂ.
അല്ലെ, ഓഗസ്റ്റ് ഒക്ടോബറിലോട് അടുത്ത് നമുക്ക് ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ പരീക്ഷ വരും. അപ്പോൾ നമുക്കൊരു 3 മാസത്തെ ഒരു സ്റ്റഡി പ്ലാൻ വേണ്ടതുണ്ട്. കുറച്ചും കൂടെ നമ്മളിപ്പോൾ പഠിച്ചതൊക്കെ ഒന്നും കൂടെ ഫേം ആയിട്ട് വേണ്ടത് മാത്രം പഠിച്ചു പോകണം. ഡെയിലി ടെസ്റ്റുകൾ ചെയ്യണം, വീക്ക്ലി നോക്കണം, റിവിഷൻ ചെയ്യണം, അല്ലെ, കുറേയധികം കാര്യങ്ങളുണ്ട്. മാക്സിമം പേപ്പേഴ്സ് കാണണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ നേരത്തെ എന്ത് ചെയ്യാണ്, ഡിഗ്രി ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തൊന്നു മാത്രം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഉടനെ തന്നെ അത് ഇടുന്നതായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്സിൻ്റെയൊക്കെ SCRT NCERT ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അതും ഇടുന്നതായിരിക്കും. അതുപോലെ കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ഒരു ഇതിന് കണക്കാക്കി ഇടുന്നതായിരിക്കും. ഓക്കെ, അത് തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു 20 മാർക്കിൻ്റെ കാര്യം നമുക്ക് ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ. ബാക്കി നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ പഠനം കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.